അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് എബനൈസറിനെയാണ്. എബനൈസർ ഈ സൈക്കോളജി ഫീൽഡിൽ ഇഷ്ടമുള്ള താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. ഒരുപാട് സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസിലും സിറ്റിയിലെ ഒരുപാട് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എബനൈസറിൻ്റെ അടുത്ത് നീ ചോദിക്കാം. ഈ ചോദ്യം ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ യങ്സ്റ്റേഴ്സിന് സൈക്കോളജിക്കൽ അവയർനെസ് എത്രമാത്രം ഉണ്ട്, അവർക്ക് ശരിയായ വണ്ണം അവരത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ, അതോ ഈ അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് അവരെന്തൊക്കെ പ്രോബ്ലംസാണ് ഫേസ് ചെയ്യുന്നത്? ആസ് എ സൈക്കോളജിക്കൽ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ആ സൈക്കോളജി പഠിച്ച ഒരാളെന്ന നിലയ്ക്ക് സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? യങ്സ്റ്റേഴ്സ് എങ്ങനെ സൈക്കോളജിയെ നോക്കിക്കാണുന്നു, അതിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണം, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. നമ്മുടെ WHO റീസെൻറ്റ് കണക്ക് പ്രകാരം ലൈക്ക് 4 അല്ല 5 ഒരാൾക്ക് എന്തെങ്കിലും സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവരുടെ കണക്കിൽ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ സൈക്കോളജി പഠിച്ചപ്പം ഫസ്റ്റ് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചത്, ലൈക്ക് നിനക്ക് ഒരാളുടെ മനസ്സ് വായിക്കാൻ പറ്റുമോ, നിനക്ക് ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുമോ? പക്ഷേ ഞങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞ അറിവും ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ച പരിമിതമായ അറിവ് പ്രകാരം എനിക്ക് പറയാനുള്ളത്, ലൈക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് എ സയൻസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് യങ്സ്റ്റേഴ്സ് അതിനെങ്ങനെ നോക്കി കാണുന്നു? യങ്സ്റ്റേഴ്സ് ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. 21st സെഞ്ച്വറിയിൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനോട് അല്ലെങ്കിൽ ഈ ഒരു കൗൺസിലിങ്ങിനോടൊക്കെ ഉള്ള പിള്ളേരുടെ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ലൈക്ക് ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ടോട്ടലി മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ അതിനെ ഒരു ആഭിചാരം, മന്ത്രവാദം, സ്റ്റിഗ്മ ഉണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നു അതിനെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ പുതിയതായിട്ടുള്ള ഒരുപാട് സൈക്കോളജിക്കൽ ഇഷ്യൂസ് യങ്സ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് സോഷ്യൽ മീഡിയ, സ്മാർട്ട് ഫോണിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യാൻ നിങ്ങളുടെ ഈ ഓൾഡ് സിലബസ് സഹായിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ അതിന് പുതിയ അറിവുകൾ ആസ് എ സൈക്കോളജിക്കൽ സ്റ്റുഡൻറ്റ് നേടേണ്ടതായിട്ടുണ്ടോ? അതും സൊസൈറ്റി തമ്മിലുള്ള ഡിസ്പാരിറ്റി എങ്ങനെ കാണുന്നു? ഇപ്പോഴത്തെ പുതിയ ആവശ്യങ്ങൾ വേറെയാണ്. സ്മാർട്ട് ഫോൺ, സോഷ്യൽ മീഡിയ, അതിലേക്ക് ഉണ്ടാകുന്ന സൈക്കോളജിക്കൽ ഇഷ്യൂസ്, അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഈ പഴയ സൈക്കോളജിക്കൽ മെത്തേഡ്സും ആ സ്റ്റഡീസും ഒക്കെ സഫീഷ്യൻ്റ് ആണോ? ഇപ്പം സയൻസ് എന്ന് പറയുമ്പം എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. എപ്പോഴും പഴയ കാര്യം ആയിരിക്കത്തില്ല. നമ്മളിപ്പോഴും ലൈക്ക് ഇപ്പോൾ 112 എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. 112 ലൈക്ക് ഇപ്പോൾ ഓരോ സയൻസ് എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ സൈക്കോളജിയാണ് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ മൈൻഡ്, അങ്ങനെയാണ് സൈക്കോളജി പറയുന്നത്. അപ്പം എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പണ്ടൊക്കെ BA സൈക്കോളജി ആയിരുന്നു, ഇപ്പോൾ BSc സൈക്കോളജി ആയിട്ടുണ്ട്. അപ്പം ഒരുപാട് സൈക്കോളജിക്കലായിട്ട് നമ്മൾ ലൈക്ക് ഒരുപാട് പ്രോഗ്രസ് ഈ ഒരു ഫീൽഡിൽ വന്നിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ബ്രദർ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ആൻസൈറ്റി ഡിസോർഡേഴ്സ്, പിന്നെ ADHD. ലൈക്ക് ഒരു കാര്യത്തിൽ ഒരുപാട് നേരം ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുക. ഇപ്പം ഇൻസ്റ്റാഗ്രാം റീൽസ് കാണുന്നതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ലൈക്ക് ഒരു 10-20 സെക്കൻഡിൽ കൂടുതൽ ഒരാൾക്ക് അവരുടെ അറ്റൻഷൻ സ്പാന് പോകത്തില്ല. ആ ഒരു രീതിയിൽ നമ്മുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കാണ്. അപ്പം ഒരുപാട് ആൾക്കാർക്ക് ഈ ഡിജിറ്റാലിറ്റി വന്നതോടുകൂടി ആൾക്കാർക്ക് ഒരുപാട് മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പം ലൈക്ക് അതിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗോ ആൻഡ് ഗെറ്റ് എ കൗൺസിലിംഗ്. ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ഒരു കൗൺസിലിംഗ് എടുക്കുക. ലൈക്ക് അല്ലെങ്കിൽ കൗൺസിലിംഗ് എടുക്കാൻ നിങ്ങൾക്ക് പൈസ ഇല്ല. ഒരു കൺസൾട്ടേഷൻ ഇപ്പം നമുക്കിപ്പോൾ പല യങ്സ്റ്റേഴ്സും പറയും വലിയ പ്രശ്നമില്ലായിരിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റാണ്. അതെ. അപ്പോൾ ഇങ്ങനെ ഒരു കൗൺസിലിങ്ങോ ഇല്ലെങ്കിൽ റാദർ ഒരു കൺസൾട്ടേഷനോ ചെയ്യുന്നത് ഒരു ഹെൽത്തി ആയിട്ടെന്ന് തോന്നിക്കുന്ന ഒരാൾക്ക് എടുക്കുന്നതിൽ ഒരു കുഴപ്പമുണ്ടോ? അത് ഒരു ആസ് എ ഫ്രണ്ട് അല്ലെങ്കിൽ ഇമോഷണലി ലൈക്ക് മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നോർമൽ ഒരു സോഷ്യൽ ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മളൊരു ക്ലിനിക്കൽ ലെവലിലോട്ട് പോകുമ്പോൾ അതിന് ലൈക്ക് മെഡിക്കേഷൻ ആ ഒരു ലെവലിലോട്ട് പോകുമ്പോൾ യു ഷുഡ് ഡെഫിനറ്റ്ലി കൺസൾട്ട് എ സൈക്കോളജിസ്റ്റ്. പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ അഡിക്ഷൻ അതൊരു റിയൽ പ്രോബ്ലം ആണോ, അതൊരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ അത് ആവശ്യം ഉണ്ടോ എന്ന് ഞാൻ അങ്ങനെ തിരിച്ചറിയും? അതോ അത് എനിക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുമോ? അതൊക്കെ ഒരു സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ. ഞാൻ ഈ ഇടയ്ക്ക് ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് കനകുന്നിലാണ്. അപ്പോൾ ഇവിടെ വെച്ച് ഒരു കൗൺസിലർ, ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്. നമ്മൾ സ്വയമായിട്ടൊന്ന് ആലോചിക്കുക, എനിക്ക് ഒരു കൗൺസിലറിൻ്റെ ആവശ്യമുണ്ടോ?
എനിക്ക് കൗൺസിലിങ്ങിന് പോകണോ, എനിക്ക് എന്തെങ്കിലും ഞാൻ ഇത്രത്തോളം ലൈക്ക് സ്ട്രെസ്ഡ് ഔട്ട് ആണോ, എനിക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യങ്ങളായിട്ട് എനിക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ലേ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക. ഇപ്പം എല്ലാവരും ലൈക്ക് അച്ഛനമ്മയും പറഞ്ഞിട്ടായിരിക്കത്തില്ല കൗൺസിലിങ്ങിന് പോകുന്നത്. സ്വയമേ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ട് എനിക്ക് ചെറുതായിട്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് സ്വയമായിട്ട് തിരിച്ചറിഞ്ഞ് പോകുന്നവരാണ് ഇപ്പോഴും കൂടുതൽ. അപ്പോൾ അങ്ങനെ ഒരു ചെന്ന് കൗൺസിലിംഗ് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടോ ഇല്ലേ നമ്മൾ എവിടെ നിൽക്കുന്നു നമുക്ക് അറിയാൻ പറ്റും. അത് നമ്മുടെ ഒരു ലൈക്ക് നമ്മുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ഏത് രീതിയിൽ നിൽക്കുന്നു, നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ലൈക്ക് എല്ലാത്തിനും ഒരു ടെസ്റ്റ് ഉണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഒരു ലെവൽ ഓഫ് ഈ ടെസ്റ്റുകളൊക്കെ എടുക്കാൻ പറ്റും സാധാരണ ആളുകൾ. അതെ, നമുക്ക് ലൈക്ക് IQ ടെസ്റ്റ് ചെയ്യാൻ പറ്റും, ഇമോഷണൽ ഇൻ്റലിജൻസ്, ഒരു നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഏത് ലെവൽ ലൈക്ക് എങ്ങനെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പബ്ലിക് ആയിട്ട് നമുക്കറിയാൻ അറിയാത്ത ലൈക്ക് പറയപ്പെടാത്ത പബ്ലിക്കായിട്ട് ഇങ്ങനെ പബ്ലിക് അവയർനെസ് ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. അതൊക്കെയാണ് ഈവൻ ലൈക്ക് ഞാൻ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടല്ല, പക്ഷെ എന്നാലും ഈ പണ്ട് ഈ സെക്ഷൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഭയങ്കര ഒരു സ്റ്റിഗ്മ അവരുണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ കുറച്ചുകൂടെ ഇമ്പ്രൂവ്, അതെ, അതിൻ്റെ ആവശ്യകത സമൂഹം തിരിച്ചറിയാൻ തുടങ്ങി. അപ്പം അതുപോലെ തന്നെയാണ് ഈ കൗൺസിലിങ്ങിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ മൈൻഡാണല്ല. ലൈക്ക് ഈവൻ ഒരാൾക്ക് ഷുഗർ വരുന്നതും മനസ്സിൻ്റെ ഒരു ഇതാണ്, ലൈക്ക് പ്രഷർ വരുന്നതും എല്ലാം മനസ്സിൽ നിന്നാണ് അല്ലേ? അതെ, എല്ലാം ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പം മെന്റലി ഒരാൾ ഹെൽത്തി ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആ വ്യക്തി ഫിസിക്കലി ഹെൽത്തി ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതെ, യങ്സ്റ്റേഴ്സ് ഒക്കെ ആ ഒരു സൈക്കോളജിക്കൽ അവയർനെസ് ഉണ്ടായിരിക്കണം അല്ലേ? അതെ, സെൽഫ് അവെയർ ആവണം. എന്തെങ്കിലും ഇഫ് ദേ നീഡ്സ് കൗൺസിലിംഗ് ദേ ക്യാൻ ഗോ ഫോർവേഡ് വിത്തൗട്ട് എനി ഇൻഹിബിഷൻസ്. ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും. ഓക്കെ, നല്ലൊരു അഭിപ്രായമാണ്. ഓക്കെ, എന്നാൽ താങ്ക് യു.